ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി ഷോപ്പിംഗ് വീഡിയോ ആണ്. അപ്പോൾ വേറെങ്ങുമല്ല, നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മൾ അടൂരിലുള്ള സ്റ്റുഡിയോയിലാണ്. അപ്പോൾ കുറേ നാളായിട്ട് വിചാരിക്കുകയാണ്, ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷോർട്സ് കാണുമ്പോൾ സ്റ്റുഡിയോയിലെ കളക്ഷൻസും അതേപോലെ തന്നെ ആ പ്രൈസൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്കൊന്ന് പോയാൽ എന്താണെന്ന് വിചാരിക്കുമായിരുന്നു. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൈസ് ടാഗാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ 199 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഗേൾസിൻ്റെ ടീഷർട്ടാണ് നമ്മൾ ആ കയറി വരുന്ന ഭാഗത്ത് കാണുന്നത്. ഇത് ഈ ഒരു വൈറ്റ് കളറിലെ ടോപ്പ് അടിപൊളിയാണ്. അപ്പോൾ 3 ഫ്ലോറിലായിട്ടാണ് ഇവിടെ ഡ്രസ്സിൻ്റെ കളക്ഷൻസ് ഉള്ളത്. ഫസ്റ്റ് ഫ്ലോർ വന്നിട്ട് നമ്മുടെ ഗേൾസിൻ്റെ കളക്ഷൻസാണ്. ഗേൾസിൻ്റെ ഡ്രസ്സും അതുപോലെ തന്നെ ബ്യൂട്ടി പ്രോഡക്ട്സും ഒക്കെ ഉണ്ട്. സെക്കൻഡ് ഫ്ലോർ വന്നിട്ട് കിഡ്സ് വെയറും അതുപോലെ തന്നെ കുറച്ച് എത്നിക് വെയർസും ഉണ്ട്. പിന്നെ ഏറ്റവും തേർഡ് ഫ്ലോറിൽ വന്നിട്ട് മെൻസ് വെയർ ആണ്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. വെസ്റ്റേൺ വെയർ, ഇങ്ങനെ ട്രെൻഡി ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. 199 പ്രിൻറ്റഡ് ടീഷർട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നെ പ്രിൻറ്റഡ് അല്ലാത്ത ഷോർട്ട്സ് ആയിട്ട് വരുന്ന ചെറിയ ടീഷർട്ട്, അതിൻ്റെയൊക്കെ അടിപൊളി കളക്ഷൻ ഉണ്ട്, പല കളറുണ്ട്. അപ്പോൾ എല്ലാം 99ൻ്റെ വെച്ചിട്ടുള്ളൊരു കളിയാണ്. 299, 300 അല്ലെങ്കിൽ 500 എന്ന് പറയുന്നതിനേക്കാളും ഒരു 499, 299 അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ നമുക്കും കൊള്ളാം, വില കൊള്ളാം എന്നുള്ളൊരു തോന്നൽ. അപ്പം ഞാൻ കുറേ എണ്ണം ഇങ്ങനെ വെച്ച് നോക്കുന്നുണ്ട്, ഏതാ കൊള്ളാമെന്നൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്ലാറ്റ്സ് ചെരുപ്പുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല കളക്ഷൻസ് ഉണ്ട്. നമ്മൾ സാധാരണ ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ ഇതേപോലത്തെ കളറുകളൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. അടിപൊളി നല്ല പർപ്പിൾ ഷെയ്ഡിലൊക്കെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ലിപ്സ്റ്റിക് കളക്ഷൻസ് ഉണ്ട്, പെർഫ്യൂം ഉണ്ട്. ലിപ്സ്റ്റിക്ക് വന്നിട്ട് കുറേ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ഷെയ്ഡ് നമുക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ ഫ്രണ്ടിലൊരു ലിപ്സ്റ്റിക്കിൻ്റെ ബോട്ടിലുണ്ട്. നമുക്ക് അതിൽ നിന്ന് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ടിഷ്യൂ വെച്ചിട്ട് തുടച്ചിട്ട് വേറെ ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കാൻ പ്രത്യേകം അവരവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് ട്രയൽ റൂമിലൊക്കെ പോയി കുറച്ചൊക്കെ ഇട്ട് നോക്കി കൊള്ളാവോ എന്നൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ട്രയൽ റൂമിനുള്ളിൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അവിടെ ഒരു ചേച്ചി നിൽപ്പുണ്ട്. ആ ചേച്ചി എടുത്തേക്ക് കൊടുത്താൽ മതി. നമ്മൾ എടുത്ത് വെക്കണമെന്നൊന്നുമില്ല. ആ ചേച്ചിയുടെ കൊടുത്തു കഴിഞ്ഞാൽ ആ ചേച്ചി അടിപൊളി നീറ്റായിട്ടാക്കി ഹാങ്ങറിൽ തൂക്കി വീണ്ടും ഇവിടെ തന്നെ കൊണ്ടിട്ടോളും. അപ്പം ഞങ്ങൾ അവിടുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി, ലേഡീസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ പോകുന്നത് തേർഡ് ഫ്ലോറിലോട്ടാണ്. മെൻസ് വെയർ ആണ്. അപ്പോൾ നമ്മൾ വിഷ്ണു ചേട്ടന് പറ്റിയൊരു ടീഷർട്ട് അല്ലെങ്കിൽ ഷർട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഏതാണോ അതനുസരിച്ച് എടുക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ മറ്റു തുണിക്കടയിൽ പോകുന്നതിനേക്കാളും കുറച്ചുകൂടി നമുക്ക് കംഫർട്ടാണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഒരുപാട് സമയം എടുത്താണ് നമ്മൾ നോക്കുന്നത് ഏതാണ്. ട്രയൽ റൂമിൽ പോയി ഇപ്പോൾ ലാർജ് എടുത്തുകൊണ്ട് പോയി ചിലപ്പോൾ ലാർജ് പറ്റത്തില്ല, പിന്നെ വന്ന് എക്സൽ കൊണ്ടുവന്ന്. അപ്പോൾ നമുക്ക് ഇപ്പോൾ അല്ലാതൊരു തുണിക്കടയിലാണെങ്കിൽ അവർ പറയും, അവർക്ക് തന്നെ ഒരു മുഷിവ് തോന്നും, ഇത് എന്താ കുറേ നേരമായിട്ട്. ഇതാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് നിന്ന് എടുക്കാം, ആരോടും പറഞ്ഞിങ്ങനെ എടുപ്പിക്കേണ്ട. അഥവാ നമുക്ക് വേണമെങ്കിൽ അവിടെ തന്നെ തിരിച്ചു കൊടുത്താൽ മതി. യാതൊരു വിധ ബുദ്ധിമുട്ടില്ലാതെ അവർ തിരിച്ചു തന്നെ കൊണ്ടിടും. അപ്പോൾ ഒരുപാട് കളക്ഷൻസും ഉണ്ട് ജെൻസിൻ്റെ അവിടെ. ഞങ്ങളിങ്ങനെ നോക്കുമായിരുന്നു ഇതിൽ ഏത് എടുക്കണമെന്നുള്ളത്. ഇങ്ങനെ ഇഷ്ടപ്പെട്ടത് നോക്കി വരുമായിരുന്നു. എല്ലാം നല്ല ട്രെൻഡി സാധനങ്ങളായിരുന്നു. പഴയ സ്റ്റോക്ക് ഒന്നും ഇരിപ്പില്ല. വെളിയിൽ നല്ല ചൂടാണെങ്കിലും നമ്മൾ വെളിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഭയങ്കരമായിട്ട് ചൂടാണ്. പക്ഷേ അകത്ത് നല്ല AC ആയതുകൊണ്ട് നമുക്ക് കൂളായിട്ട് നിന്ന് എല്ലാം സാവധാനം തിരക്കായിരുന്നു. നമ്മുടെ ദേവനെ ഞങ്ങൾ നോക്കുന്നുണ്ട്. ഇനി എൻ്റെ ഡ്രസ്സ് ഞാൻ നോക്കിക്കോളാം എന്നുള്ള ഭാവത്തിൽ ഇറങ്ങി വന്നില്ല, എല്ലാം ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ ദേവനായാലും മൂശാട്ടൊന്നുമില്ല. കാരണം നമ്മൾ സാധാരണ തുണിക്കടയിൽ പോകാമെങ്കിൽ അയ്യോ ആവി എടുത്ത് വെന്തുരുകി ചാവും. ഇവിടെ ആണെങ്കിൽ ആ ഒരു പ്രശ്നമില്ല, നമുക്ക് സാവധാനത്തിലെല്ലാം എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അവിടെ വന്നിട്ട് വിഷ്ണു ചേട്ടൻ്റെ ഞങ്ങൾ ബില്ല് അടിക്കാമെന്ന് കരുതിയപ്പോൾ അവർ പറഞ്ഞു ഇനി എടുക്കാനുണ്ടെങ്കിൽ ഒരുമിച്ച് അടച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ദേവൻ എടുക്കാൻ വേണ്ടി കിഡ്സ് വെയറിൻ്റെ അവിടോട്ട് പോവുകയാണ്. അപ്പോൾ കിഡ്സ് വെയറിൻ്റെ അവിടോട്ട് പോകാൻ വേണ്ടി അവർ നമുക്കൊരു ക്യാരി ചെയ്യുന്ന ഒരു ബാഗൊക്കെ തന്നു. ഇതിൽ നമ്മൾ എടുക്കുന്ന തുണികൾ ഇട്ടാൽ മതി എന്നുള്ള രീതിയിൽ. അപ്പോൾ പിന്നെ വീണ്ടും നമ്മൾ സെക്കൻഡ് ഫ്ലോറിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് ഫ്ലോറിൽ ചെന്നിട്ട് വീണ്ടും നമ്മൾ ഇടയ്ക്കൂടെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് വീണ്ടും പോയി അവിടെ ചെന്ന് ഞാൻ ഒരു ഡ്രസ്സ് വീണ്ടും ട്രയൽ ചെയ്ത് നോക്കി. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതായിരുന്നു മെയിനായിട്ടുള്ള പണി. പിന്നെ നമ്മൾ വീണ്ടും സെക്കൻഡ് ഫ്ലോറിൽ വന്നിട്ട് നമ്മുടെ ദേവക്കുട്ടനുള്ളതെല്ലാം നോക്കുകയാണ്. അപ്പോൾ നോക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഫസ്റ്റിലെ എല്ലാം നമ്മളൊന്ന് ചുറ്റി കണ്ടേ എങ്ങനെയൊക്കെ ഉണ്ട്. 5 മുതൽ 12 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്കുള്ള ഡ്രസ്സുണ്ട്. വീണ്ടും കിഡ്സ് വെയേഴ്സിൻ്റെ കഴിഞ്ഞ് ആ പാർട്ടിൽ തന്നെ എത്നിക് വെയേഴ്സ് ഉണ്ട്. നമുക്ക് ലോങ് ടോപ്പൊക്കെ വേണ്ടി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ലോങ് ടോപ്സ് ഉണ്ട്. കുഞ്ഞുങ്ങളുടെ പെൺകുഞ്ഞുങ്ങളുടെ ഉണ്ട്, ആൺകുഞ്ഞുങ്ങളുടെ ഉണ്ട്. അപ്പോൾ കുട്ടികളുടെ 2 ടൈപ്പും ഉണ്ട്. അതുപോലെ തന്നെ എത്നിക് വെയേഴ്സും ഉണ്ട്. അവിടെ ആണെങ്കിൽ ലോങ് ടോപ്സൊക്കെ ഒരുപാടുണ്ട്. നല്ല ട്രെൻഡി ആയിട്ടുള്ള ലോങ് ടോപ്സൊക്കെയാണ്. പഴയ കളക്ഷൻസ് ഒന്നുമില്ല കേട്ടോ, പുതിയ കളക്ഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ദേവൻ ഭയങ്കരമായിട്ട് ഉല്ലസിച്ച് അവിടെ നടക്കുകയാണ്. കാരണം സെക്കൻഡ് ഫ്ലോറിൽ ചെന്നപ്പം ഇയാളുടെ ടൈപ്പ് കുറച്ച് പേരൊക്കെ അവിടെ ഉണ്ടായിരുന്നു, കുറേ കുട്ടി സംഘങ്ങളൊക്കെ.
അപ്പോൾ ഇയാൾ ഭയങ്കര ആക്റ്റീവായി അവിടെ എല്ലാം ഓടി നടക്കുവാണ്. എല്ലാം കൈയെത്തുന്ന ദൂരത്തായതുകൊണ്ട് എല്ലാം ചെന്ന് എടുത്തെടുത്ത് നോക്കുമായിരുന്നു. അവിടെ തന്നെ നമുക്ക് കാർഗോ പാൻസൊക്കെ 699 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് ഫ്ലോറിലായാലും നമ്മുടെ ലേഡീസിൻ്റെ അടിപൊളി പാൻസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. നല്ല റേറ്റിൽ എല്ലാം 1000-ന് താഴെയാണ്. അഫോർഡബിളായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ നമുക്കുള്ളത് ഈ പാക്ക് ചെയ്യാൻ ഏറ്റവും അവസാനം ബില്ലടിച്ചപ്പോൾ ഈ ഒരു ബാഗിന് മാത്രം നമ്മൾ 10 രൂപ അഡീഷണലായിട്ട് കൊടുക്കണം. അപ്പോൾ അതെല്ലാം ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം ഒരുമാതിരിപ്പെട്ട അടിപൊളി കളക്ഷൻസൊക്കെ ഉണ്ട്. അപ്പം ഇതുവരെ വരാത്തവരാണെങ്കിൽ ഒന്ന് വന്ന് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.